അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. മനസ്സിലാവുന്നവരും ഉണ്ടാവും കേട്ടോ, ഇല്ല എന്നല്ല. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ? സുഖമാണെന്ന് വിചാരിക്കണ്. നമുക്ക് അൽഹംദുലില്ലാ സുഖമാണ്. അപ്പോൾ ഉണ്ടല്ലോ, ഞാൻ രാവിലെ നടക്കാൻ പോയപ്പോൾ കുറച്ച് മൾബറി ഇല്ലേ, മൾബറി ഇതാ നിങ്ങൾ കണ്ടു കാണും. ഇപ്പം മനസ്സിലായില്ല എന്താണെന്ന്. വേണ്ട സീനു കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. അതിൻ്റെ നല്ല മൂപ്പുള്ള അല്ലാത്ത പിന്നെ തൂമ്പല, നല്ല തൂമ്പ് അല്ല, നല്ല തൂമ്പ് കൊടുക്കുക, മൂപ്പല്ലാത്ത ഇല ഇതാ ഇതണ്ട. ഇത് ഞാനൊക്കെ ചെറുതാകുമ്പോൾ ഇതൊക്കെ ഇഷ്ടം പോലെ ഈ പഴം പറിച്ച് തിന്നുന്നുണ്ട്. ഈ ഇലക്കൊന്നും പറ്റുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ കൊളസ്ട്രോള്, യൂറിക് ആസിഡ്, പിന്നെ ലിവറിനുള്ള കൊഴുപ്പ്, പിന്നെ നീരിന്, കൊളസ്ട്രോൾ എല്ലാത്തിനും പറ്റിയതാണ് എന്ന് ഒരു ഡോക്ടർ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതല്ല. നമുക്കിപ്പോൾ അതിനെ പറ്റിയൊന്നും അറിയില്ല ഇന്ന്. അപ്പോൾ പറഞ്ഞപ്പം നമുക്ക് മനസ്സിലായി. അപ്പോൾ അത് ഓലെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് തൊടുന്ന് എല്ലാ ടേസ്റ്റുമാണ്. ഇത് നമ്മളെ ഇലത്തോരൻ. ഇതിപ്പോൾ നമുക്ക് അങ്ങനെ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഉണ്ടാക്കാം, ഇല ഒരു തോരനാക്കിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു 3 പച്ചമുളക് കണ്ടെടുത്താണ്, നല്ല എരിവുള്ള. ഉള്ളി എടുത്താണ്, തേങ്ങ അരമുറിൻ്റെ പകുതി എടുത്താണ്. ഇതൊന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അതൊന്ന് അരിഞ്ഞെടുക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ഞാൻ അരിഞ്ഞതെന്ന്. അപ്പോൾ അത് നമ്മളിത് അങ്ങനെ കേട്ടോ അരിഞ്ഞെടുക്കണം. ഇത് കഴുകി ഓരോ ഇല എടുത്ത് കഴുകി ഇതിമെന്തേലും പുഴുക്കളോ മാറാലേ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കി കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമുക്ക് എടുക്കാൻ. അപ്പോൾ അതുപോലെ ചെയ്ത് വെച്ച ഇലയാണ്. ഇനി ഇതാ നമുക്കിത് ഇങ്ങനെ അരിയ ചെറുതാക്കി കാണുന്നുണ്ടോ? ഇതണ്ടില്ലേ, അങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളും അരിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നോക്കി ഞാൻ അരിഞ്ഞെടുത്ത് പയറിൻ്റെ ഇല പിന്നെ അരിഞ്ഞ അതേ രീതിയിലാട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പയറിൻ്റെ ഇല വെക്കണ ഒരു രീതി ഇതിൽ കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, ഉടനെ ഇടണാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഓരോ കറികൾ ഉണ്ടാക്കുക, അതായത് ഇലക്കറികൾ നല്ലതാണ് നമ്മളെ ശരീരത്തിന്. മുരിങ്ങയില, പയറില, അങ്ങനത്തെ ഇലക്ക്. അപ്പോൾ ഇതിന് നമ്മൾ നാടൻ ഭാഷയിൽ ഞാനൊക്കെ ചെറുതായി നിന്ന് ഓലൊക്കെ അമ്മമാരൊക്കെ പറഞ്ഞിരുന്ന എന്താ വെച്ചാൽ ഈ പഴത്തിന് പുളിയർമ്പും പഴം എന്നാട്ടോ പറയൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര്. അന്നൊക്കെ ഓല അങ്ങനെ, കാരണം ഇത് ആ ഉറുമ്പിൻ്റെ മാതിരിയുള്ള ഒരു ഷേപ്പ് ഇതിനുണ്ട്, ഇങ്ങനെ നെളിഞ്ഞ് പിരിഞ്ഞൊക്കെ ഉള്ളത്. അപ്പോൾ അതേക്കും അങ്ങനെ പറയുന്ന അറിയില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയും പറയലുണ്ട്. അപ്പം ഇനി അഥവാ ആരെങ്കിലും ആ പേരാണ് ഉപയോഗിക്കണമെന്ന് വെച്ചെങ്കിൽ മനസ്സിലാവാനാണ് ഞാൻ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇതൊന്ന് കടുക് പൊട്ടിച്ച് ഒക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾ ഇതുപോലെ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ മറക്കണ്ട. നിങ്ങൾ സാധാരണ പറയുന്ന അതേ രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പം നമുക്ക് ഈ ജാർക്ക് ഇതാ പച്ചമുളക് ഇട്ട് 3 പച്ചമുളക് ഇട്ട് നല്ല എരിവുള്ളതാണ്. പിന്നെ അതാ തേങ്ങ ഉള്ളി ഇതൊന്ന് ഒതുക്കിയെടുക്കട്ടെ കേട്ടോ. ഞാൻ ചൂടാവും. സോനുവിന് കൊടുത്തത് അതൊന്നും പറ്റൂലടി, അതൊക്കെ വേഗം പോകും. ഉള്ള
ഉള്ള തുണിയിലും കുപ്പായത്തിലും മുഴുവൻ തേമ്പി വെക്കാൻ നിൽക്കേണ്ടത്. അതങ്ങനെ നിൽക്കൊന്നുമില്ല. വെറുതെ കേടാവൂട്ടാ. അതൊന്നും ഇടല്ലേ നമ്മൾ. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കടുകിട്ട് ഇനി അവൾ കൊണ്ടുവന്നപ്പോൾ കയ്യിൽ തട്ടി പൊയ്ക്കണമെന്നും അറിയില്ല. അല്ലാതെ ഒന്നും പരിമൊന്നും ഇപ്പോഴാണല്ലോ ഇതിങ്ങനെ അടുപ്പിച്ചാവുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാവുന്നുണ്ടെങ്കിൽ എന്തൊരു കഷ്ടാണ് ഇതൊക്കെ. എനിക്ക് കുട്ടി യോജിപ്പിച്ചാൽ അറിയില്ലപ്പോ സാരല്ല. എന്നാല് മുഴുവനായിട്ടൊരു വീഡിയോ ഇപ്പോൾ കിട്ടുന്നു. എന്നാ പോരെ. ഇവരെ പാത്രമല്ലത് ഓലത്, ഈ പൊട്ടണ പാത്രം സീന് പോകുമ്പോൾ കൊണ്ടേ കൊടുക്കണം. ഇത് ഉച്ച കഴിഞ്ഞ് വിളിക്കാം. ഓ ഇറങ്ങുമ്പോൾ ഇട്ടാ ഇപ്പം ഒരു വറ്റൽ മുളക് ഇട്ട് കടുകിട്ട് മൾബറി എല്ലാം ഇട്ട്. ഇപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു ഡോക്ടർ എപ്പോഴും പറയുന്നത്. ഞാനതൊക്കെ ഇങ്ങനെ ഇപ്പോൾ തേങ്ങയും വെളിച്ചെണ്ണയും ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ ഓരോന്നും ഇട്ട് നമുക്ക് വീഡിയോ ഇടാൻ അല്ല ഇത് വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് ഞാനിട്ടാ. അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ടൊന്നുമല്ല. അപ്പം ഇങ്ങനെ ഓരോ പച്ചക്കറികളും ഞങ്ങളിങ്ങനെയൊക്കെയാണ് കൂട്ടാണ്ടാക്കുന്നത്. അത് നിങ്ങളെയും കൂടി കാണിച്ച് നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടായാൽ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഒക്കെ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇത് രോഗത്തിന് പറ്റുമെങ്കിൽ ഇപ്പോൾ പൈസ മുടക്കൊന്നുമില്ലല്ലോ. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തിന്നാൽ നല്ലതല്ലേ. ഇപ്പോൾ ഒന്ന് അടച്ചെടുക്കുക. ഇപ്പം നമ്മൾ ഉപ്പിട്ടിട്ടില്ലേ, ഉപ്പ് പാകത്തിന്. ഉപ്പിന് കണക്കൊന്നുമില്ല. ചിലപ്പോൾ ഈ ഒരു ഇത് അധികം വയ്ക്കും. ഇതുകൊണ്ട് എടുക്കുക നമ്മൾ ഇത്രയും മതി. അപ്പോൾ പോരെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇത് ചിലപ്പോൾ വേകുമ്പോൾ ഇങ്ങനെ കുറച്ച് കുറഞ്ഞ് വരും. അപ്പോൾ കുറേ ഉപ്പിട്ടാലേ നമ്മൾ കഷ്ടപ്പെടുന്നൊക്കെ വരും. അപ്പോൾ ഇത് ഒരു പകുതി വേവായിട്ടുള്ളൂ. കുറച്ച് വേവുണ്ട് ഇതിന്. അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ച് ഒന്നും ഇങ്ങോട്ട് വെറുതെ. അപ്പോൾ നമ്മൾ പണ്ടത്തെ ഇതിലേക്ക് പോവുക. കുറേയൊക്കെ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ പറിച്ചെടുത്ത് ഓരോന്നും പയറിൻ്റെ ഇല അതേമാതിരി ഇപ്പോൾ അതാ ഷുഗർ ചീര അവിടെ ഞാൻ നട്ടുപിടിപ്പിച്ചത്. അപ്പം നമ്മളെ ഇവിടെ തന്നെ ഉണ്ട് തോന്നണേ അല്ലേ രോഗത്തിനൊക്കെ മരുന്ന് കുറേ. അപ്പം അങ്ങനത്തെ ഇലകളൊക്കെ തിന്നുമ്പോൾ നമുക്ക് അറിഞ്ഞില്ലെങ്കിലും ഓരോന്നിനും പറ്റും ഓരോ രോഗത്തിനും. അപ്പോൾ മുരിങ്ങയിലൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലെ ഓരോന്നും നമ്മൾ തേങ്ങയും വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ഒതുക്കി ഇട്ടോ താളിപ്പൊക്കെ ആക്കി ഓരോന്ന് ഉണ്ടാക്കി തിന്നു കേട്ടാ. അപ്പോൾ അതാ വെന്ത് നമുക്ക് തേങ്ങ ഇടുക. തീ കുറച്ചിട്ട് തേങ്ങ ഇട്ട് ഒതുക്കി വെച്ച തേങ്ങ ആ നീലത് വെന്തപ്പോൾ കുറച്ച് എന്താപ്പോൾ പറയുക താന്നു പോയിരുന്നു. നമ്മൾ അരമുറിൻ്റെയും പകുതി തേങ്ങ ഇട്ടെടുത്ത്
ഈ കുറച്ച് ഇതിട്ട് ഇതൊന്നിങ്ങനെ ഇളക്കി തേങ്ങൻ്റെ ചുവയൊക്കെ ഒന്ന് പോകാൻ. ലേശം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഇട്ടാം. അങ്ങനെ എല്ലായിടത്തും യോജിപ്പിച്ചണം. ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി സ്പൂൺ കൊണ്ട്. ഈ തോരൻ ആരും ഉണ്ടാക്കണേ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി ഉണ്ടാക്കിക്കണോന്നറിയില്ല. അധികം ആൾക്കാർ ഇനി ഉണ്ടാക്കിയാലുണ്ടാക്കിയില്ലാവില്ല. അപ്പം അങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഇതൊന്ന് നോക്കട്ടെ കേട്ടോ ഞാൻ. ഇവിടെ നോക്കാൻ ചെയ്യ. ഇതാണ് ശരി. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളെ എവിടെ ഞെക്കല്? ഞാൻ എവിടെയും നിൽക്കണില്ല. ഇവിടെ വെക്കും. ഇവിടെ ഞെക്കിയാൽ കുഴപ്പമുണ്ടാവില്ലല്ലോ. ഇവിടെ ഞെക്കിയാലാണ് കുഴപ്പമുണ്ടാവുക. ഇവിടെ എന്നാ മാറി നക്കിയിട്ടാ. വീഡിയോ എടുക്കുമ്പോൾ പൊന്നാരൻ്റെ മനുഷ്യന്മാരെ ഓരോ പരസ്യം ഇങ്ങനെ വരിക. അതിൻ്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞ്, വേറെ ഒന്നുമല്ല പറഞ്ഞു. അപ്പം ഞാൻ ഇടയിലൊക്കെ പിടിച്ച് നിൽക്കും. അത് 2 എണ്ണം ആവും, 3 എണ്ണം ആവും, 4 എണ്ണം ഒക്കെ ആവും. അപ്പം ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെയാണ് നിങ്ങളെ അടുത്തേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്. അപ്പം അതിനനുസരിച്ചൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ തോരൻ റെഡിയായി. അപ്പോൾ നമുക്ക് ചോറ്, കഞ്ഞി ഇതിനൊക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല, ഒന്ന് ഉണ്ടാക്കി നോക്കി. മൂത്ത ഇല പറ്റൂല, വീണ്ടും വീണ്ടും പറയാണ്. തളിര ഇല രസമുണ്ട്. നല്ല ടേസ്റ്റാണ്. ആ സാറ് പറയുന്നുണ്ടായില്ലേ നല്ല ടേസ്റ്റാണ്. അതേമാതിരി ഉണ്ടാക്കി നോക്കി. വെറുതെ പറയല്ല, 100% ഉറപ്പാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആ ഫോണെടുത്ത് ഒന്നാണ് നെക്കി കളിട്ടാ. ബെല്ലൈക്കനും കൂടി ഒന്ന് നെക്കി കളിയേ. അപ്പോൾ അസ്സലാമു അലൈക്കും. നന്ദി, നമസ്കാരം. ബൈ.